ഇവരെല്ലാം ഉണ്ടാക്കിയവന്മാരും പറഞ്ഞാൽ മതി. ഇത് ഡബിൾ ക്ലിപ്പാണ്, ഇത് ഡബിൾ ക്ലിപ്പാണ്. എന്താ മുത്ത എന്ത് കഥ എടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ തിന്നുന്ന വത്തക്കന്റെ കാര്യം ഉദ്ദേശിച്ചത്. ഞാൻ അല്ലാണ്ട് താജുദ്ദീൻ അങ്ങനത്തെ കൊറേ ആൾക്കാർ താജുദ്ദീൻ വന്നവിടെ ഫുള്ള് കേസ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഓക്കെ, ശ്രീനിവാസനാണ്. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ ഈ പ്രോഗ്രാമിലാണ്. അപ്പൊ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശംഭുവിടെ ഉണ്ട്. ശംഭുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശംഭുവിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഇൻ്റർവ്യൂവിലാണ്. അതിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം. അദ്ദേഹം വളരെ മാന്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ ശംഭുവിനെ എല്ലാ തവണയും കാണുന്ന ഒരാളാണ്. എപ്പോഴും ഇപ്പം എന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അതെ അതെ. അപ്പോൾ ശംഭു நல்ல நல்ல ஆங்கரு. அயாள் எனக்கு என்ன தெரியல, ரொம்ப நல்லா பேசும், വളരെ നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരാള്. എന്നൊരു അടിയാളെ ലൈവ് കൊണ്ടുവന്ന സീനായിക്കോട്ടെ. ഇയാളെ കൊറേ സാധനങ്ങൾ ഉണ്ട് കേട്ടാ, എന്തെല്ലോ കാണിച്ചിരുന്നു നമുക്ക്, എന്തെല്ലോ സൗണ്ടെല്ലാം ഇട്ടായിരുന്നു കേട്ടാ. മഹേഷ് മിമിക്സ് ഒക്കെ അടിയാളെ കൊണ്ടുവന്ന സീനായിരിക്കും കേട്ടാ. അടിയാളെ കൊണ്ടുവരാ. ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഡേ ഇത് ഞാൻ തന്നെയാണ്, നീ BGM നോക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഷസാമ BGM എടാ പോയാടാ കള വെറുതെ ഉഡായിപ്പ് ഷസാം. കവിതകളാ കനവുകളാ കായൽ വിഴിയേ നികഴ്ന്നതുവാ നികഴ്വതുവാ பதில் மொழியே உன்னோடு நெஞ்சம் உணவாவதே கண்ணீர் கமரும் தானா காட்டலி உருவன் பனி ஓடாதலி இல்லையே இதலோரமா சிறு குஞ்சிலை நீ காட்டலி ஏ முல்லையே. ഹഫീസ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തോറാനിരിക്കുമ്പോൾ ലൈവ് കാണുന്ന ഞാൻ കുണ്ണെ ഒമ്പിയ ലൈവ്. അടിവൻ പാട്ടോടെ പഠിച്ചാ ഇതെന്ത് സംഭവം? എടാ ഇമ്പ്രൂവ്മെന്റ് മുഹമ്മദ് സാദ് ഡൊനേറ്റഡ് 40 ലൈവ്. എന്നാലും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്. ഇങ്ങനെ നല്ല ഉണ്ടായത് മുന്നത്തെ വെച്ച് നോക്കുമ്പോല എന്റെ നോക്കട്ടെ. ഇവന്റെ ഇപ്പത്തെ ഞാൻ കാണില്ല. നോക്കട്ടെ. അവിടെ ചെക്കൻ ഇമ്പ്രൂവ് ആയടാ. അതാൻ്റെ മോളെ അടുത്ത് കിട്ടവള് ഞാൻ കാണൂല മോനെ. ഞങ്ങൾക്ക് പേടിയാ, ഞാൻ കാണൂല. എനക്ക് പേടിയാ, ഞാൻ കാണൂല. അല്ലാൻ്റെ മോളെ ഞാൻ കാണൂല. എനിക്ക് പേടിയാ. ഇതെങ്ങനെയാന്ന് എന്റെ ഫീഡ് ഒന്ന് ഒഴിവാക്കുക? എന്റെ ഇതില് കാണാണ്ടിരിക്കുക എങ്ങനെയാ? തുറക്കുമ്പോ തന്നെ ഫേക്ക് ചവൻ വിളിച്ചോട്ടെ. നിക്ക്
ഇവന്റെ നമ്പർ എവിടെ? ഇവിടെ മറ്റേ ഫോൺ നമ്പറാണ്. അടി ഇതെങ്ങനെയാടാ സ്ക്രീനൊന്ന്? എൻ്റെ മോനെ ഇതല്ലേ നോക്കട്ടെ. കണ്ട് അടുത്ത ചെപ്പുന് കേക്ക് കൊടുക്കാൻ പോയി. ചെപ്പുന് ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സ് ആയി സ്ഥിതിക്ക് നമ്മളെ വകൊരു കേക്ക്. എടാ ആള് പാവാന്നല്ലേ? ആള് പാവാന്ന് നമ്മള് വിചാരിച്ച പോലെ അല്ല. നമുക്ക് ഇവരെ ലൈവിൽ കൊണ്ടുവരാണ്. ഇവരെ ലൈവിൽ കൊണ്ടത് പാട്ട് പഠിപ്പിക്കാം. ഇവരെ ലൈവിൽ കൊണ്ടുവരാ. നിങ്ങൾ കേക്ക് കൊടുത്തെങ്കിലും അവനോടൊന്ന് പാടാതിരിക്കാൻ പറയുന്നതാ. കുറെ നെഗറ്റീവ് ചെക്കന് നല്ലോണം നെഗറ്റീവ് വരുന്നുണ്ടല്ലേ. തൊപ്പിന്റെ വീഡിയോ കണ്ട് കളിയാക്കവരൊക്കെ നീ തോൽപ്പിച്ച് കളഞ്ഞല്ലോ സഫാനെ. അവന്റെ കഴിവ് വിശ്വസിച്ച് വീണ്ടും മുന്നോട്ട് വരുന്നു. ഇനി പാട്ടുകൾ ഇട്ട് മില്യൺസ് എത്താൻ കീപ് ഗോയിങ് ബ്രദർ, ഫുൾ സപ്പോർട്ട്. യോ അവിടെ ചെക്കൻ മാറിയിട്ടാ. ചെക്കൻ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ചെക്കൻ പാടാൻ പഠിച്ച് നീ ഇപ്പോഴും മൂഞ്ചിയിരിക്കുന്നു. എടാ നമ്മ പാട്ട് പാടുവേ, എന്നെ കൊണ്ട് വെറുതെ പാടിപ്പിക്കല. കാര്യം പറയല. ഞാൻ എഫേർട്ട് ഇട്ടൊന്ന് പാടിയാ നീ ഒന്നും ഇവിടെ ഇരിക്കൂല. കാര്യം പറയല. അല്ല അങ്ങനല്ല, നീ എല്ലാം ഇവിടെ ഇരിക്കും. അങ്ങനെ ഒരു സൽപുത്രൻ പിറന്നട പണ്ട് പദാധ്യായം തലമുറ താണ്ടി നിൽക്കും തന്റെ മകൻ കൂട്ടനിയെ കെട്ടിക്കളികൾ നിത്തം കേട്ടിടേ സിംഗപ്പെട്ട പിള്ള എന്ന് ഒരേ ചൊല്ലുമോടെ കൊയ്യാരമന ഉയർന്നിടുകിன்றേ അമ്മை மட்டும் அல்லி நீக்கும் வீடு அம்மை அமைத்த புதல்வா புதல்வா എല്ലാരും ഡബ്ല്യു സഫാൻ എല്ലാരും ഡബ്ല്യു സഫാൻ. ഓട്ടോട്യൂൺ എടാ ഓട്ടോട്യൂൺ എടാ പോടാ. ഇത് ഓട്ടോട്യൂൺ ഒന്നല്ല, ചെക്കന് കഴിവ്. എടാ നല്ല കണ്ട അംഗീകരിക്കണം. എടാ അത് ഒരുമാതിരി ഊമ്പിയ വർത്താനം. ഓട്ടോട്യൂണുമായി അങ്ങനത്തെ വർത്താനം പറയുന്നത്. കാര്യം പറയല. ചെക്കന് കാര്യം പറഞ്ഞ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല. എടാ ഇപ്പൊ നല്ല പാടുന്നുണ്ടാ. ഞാൻ പെട്ടെന്ന് അത്ഭുതമായി പേർക്ക് അല്ല. എന്റെ മോനെ എങ്ങനെ ഉണ്ടായതാ നീക്കെ? ോടും തോൽക്ക വീരൻ കരളിൽ അമ്മക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മരണോ താരാട്ട. ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ നിൻ മൗന അവനെ ലൈവിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ പണ്ണു. ചെക്കൻ വരാന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് മുന്നേ ഞാൻ ചോദിച്ചില്ല ഇതിന്റെ കാര്യം. പക്ഷെ നമ്മളെ അങ്ങനത്തെ ലൈവല്ല. നമ്മള് ഇവരെ വെറുതെ ഇതാക്കാന്നുള്ള മനസ്സിലായി. ആ ടൈം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാന്നല്ല. അപ്പൊ അടി എന്നുള്ള രീതിയിൽ ഇവരെ ലൈവിൽ കൊണ്ടുവന്ന് വെല്ലുവിളിക്കുക അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി നമുക്ക് പ്രോപ്പർ ലൈവ് ചെയ്യാം. പ്രോപ്പറായിട്ട് ചക്കരെ കൊണ്ടുവന്ന് പാട്ടെല്ലാം പഠിപ്പിച്ച് ഒരു ഹാർട്ട് ലൈവ് ആക്കടാ. ഫുള്ള് ഹാർട്ട് വരുന്നൊരു ലൈവ് ഇടാം നമുക്ക്. ഒരു സ്നേഹം അല്ല കാര്യം. ചെക്കനെ ഊക്കൽ ഇതൊന്നും മാറ്റണം. നമുക്ക് നല്ലതിൽ കൊണ്ടുവന്ന് നല്ലൊരു എന്താ പറയുക, ഒരു അടിപൊളി ലൈവ് ചെയ്യാം. ചെക്കൻ നൈസ എനക്കൊന്ന് അനാൻഷാന്റെ ഒന്നിച്ച് കൂടിയിട്ട് അനാൻഷ എന്തോ ട്രെയിനിങ് ആയിട്ട് കൊടുത്തു തോന്നട്ടെ ചെക്കന്. അല്ലാണ്ട് അല്ല അനാൻഷ എന്തോ ട്രെയിനിങ് കൊടുത്തേക്കന്.
ഇതാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ് ആയേ. എടാ എനക്കും പഠിക്കണം, എനിക്ക് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആക്കണം പാട്ടല്ലോ. ഞാൻ പാടുന്നത് നൈസെല്ലാം തന്നെ, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, കാര്യം പറയാനോ. ഇല്ലടാ കട്ടാകുന്നില്ല, വലിയ കട്ടില്ല. അടി ഇന്നലെ ഇട്ട സാധനത്തെ ശരിയായ കട്ടല്ലേ? I am going to hypnotize you. Stare deep into the illusion in the center of your screen. Try not to blink, but if you have to, you can. The longer you keep focused on the center, the better the results. In a moment, I'm going to ask you to look at your hand, and it is going to be moving away from you. Now continue to look. Outfit check. WRL. Outfit എങ്ങനെയുണ്ടെന്ന് പറ. എല്ലാ ഔട്ട്ഫിറ്റാ ഡബിൾ ഔട്ട്ഫിറ്റാ. ഔട്ട്ഫിറ്റ് അങ്ങനെയുണ്ട്. അവിടെ ജിൻഡോന്റെ ഡ്രസ്സ്, ജിൻഡോന്റെ കോസ്റ്റ്യൂം അവിടെ ഇത് ജിം കോസ്റ്റ്യൂം. ഇതാ കുറെ ആളെ എല്ലാം വന്നിട്ട് എടുത്തിട്ട് മോനെ, ഇത് ജിം കോസ്റ്റ്യൂമാണ്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചോ ഇതിനെ കുറിച്ചോ ഒന്നും അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം കുറച്ച് കാര്യങ്ങൾ. ഇന്നെന്തായാലും നിങ്ങളെല്ലാവരും ഞാൻ മോട്ടിവേറ്റ് ചെയ്യും. കാരണം പണ്ട് തന്നെ കുറേ കളിയാ, പണ്ടത്തെ എൻ്റെ ലൈവുകൾ എടുത്ത് നോക്കിയാൽ കാണും. അത്രയും ഞാൻ മെലിഞ്ഞ് ഇങ്ങനെ കൊള്ളി പോലെയായിട്ട് ഞാൻ കാറ്റത്ത് പറന്നു പോകും. അങ്ങനത്തെ രീതിയിലാണ് എന്നെ കളിയാക്കല്. ഓക്കെ, അതിൽ നിന്നെല്ലാം ഇത് മോട്ടിവേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇതാക്കിയത്, വർക്കൗട്ട് ചെയ്യാറ്. ഇതൊന്നും അതിനുള്ളൊരു വള്ളിയാണ്. ഇത് 2 വള്ളിയുണ്ടോ? അവിടെ ഡബിൾ ഔട്ട്ഫിറ്റ്. ഞാൻ കാര്യം പറയല, ഇത് ജിം ഔട്ട്ഫിറ്റാണ്. ഓക്കെ, ഇന്ന് എല്ലാവർക്കും മോട്ടിവേഷൻ തന്നിട്ട് ഞാൻ വിടുന്നുള്ളൂ. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് വിടും. ഓക്കെ, മോട്ടിവേറ്റ് ചെയ്തു. അയ്യാറിന് പോവാ, വെയിറ്റ് ആക്കി. ഈ അച്ചാരോടെ പോയതൊക്കെ അറിയില്ല. ചങ്ങായി വണ്ടിയും കൊണ്ട് വരണം, ഞാനും കൊണ്ട് എവിടെയോ പോകുന്നിട്ട് പോയതാണ്. എന്തോ ഡ്രസ്സ് മാറ്റാൻ എന്തോ ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞാൽ പോയത്. ഇതുവരെ വന്നിട്ട് കാണുന്നില്ല. ഓക്കെ, അയാളിപ്പം വരും, നമുക്ക് ഒന്നിച്ച് അയ്യാറിനോട്ട് പുറത്തേക്ക് പോകാം. Listen to my voice and follow these instructions. ഗൂഗിൾ പേ. അയ്യേ, ഇത് മീൻകാരൻ ഉമ്മർ തൂറാൻ പോകുമ്പോൾ ഇടുന്നതല്ലേ? ഇനി എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നത് ഈ പെർഫോമൻസിന് അവസാനമായിരിക്കും. അപ്പോൾ നമുക്ക് ശ്രീകണ്ഠ സാറിലങ്ങ് തുടങ്ങി മറ്റു സ്റ്റാർസിലേക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീകണ്ഠ സാറിനെ വിളിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. വളരെ കാലത്തിന് ശേഷം നമ്മുടെ കോമഡി ഉത്സവത്തിന് ശേഷം, അതിന് വലിയൊരു വിജയത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മുടെ കോമഡി താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു തള്ളൽ പ്രോഗ്രാം നമ്മൾ നടത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയ ഇതെല്ലാം ആരാധിത്. എടാ ഈ റാൻഡം ക്ലിപ്സ് ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് റാൻഡം ക്ലിപ്സ് ഇവിടെ കൊണ്ടൊന്നും ഇടല്ല. ഇത് ഇങ്ങനെ പോയിട്ട് ഫേസ്ബുക്കിൽ ആടാനും കിട്ടും. നമുക്ക് ഇതാരാന്നൊന്നും അറിയില്ല. ഇതെല്ലാം ഏതാന്ന് ഈ കളവനിൽ ഏതാ എനിക്ക് അറിയില്ല. അല്ല ഈ ആരൊക്കെ വന്നിരിക്കുന്നത് എന്നെ മനസ്സിലായില്ലേ നവ്യ? ഞാൻ സൈജു കുറുപ്പാണ്. അല്ല, ഈ നവ്യയുടെ കൂടെ ഒരുത്തി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇതുവരെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അല്ല, ഇവിടെ എന്ത് പരിപാടിയാ? ഹായ് പാർവതി, സുഖാണോ? സത്യം പറഞ്ഞ പാർവതി ഇല്ലേ? പാർവതി ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത്. എന്റെ ടീച്ചറുടെ ഒരു കാര്യം മനസ്സിലാക്കണുണ്ടല്ലോ, ഈ പാർവതി ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് കണ്ട മൈൻഡ് ചെയ്യില്ല. ഞാൻ കാരണം വൈറലായ ഒരു വെള്ളമാണ്. നമസ്കാരം ഉണ്ട്, ഞാൻ വിനായകനാണ്. എന്റെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറുന്നത് ഞാൻ കാണാതെ പോകുന്നത്. എല്ലായിടത്തും സെയിം സൗണ്ട് തന്നെ എടുത്തണം. കണ്ടുകൊണ്ട് മടുത്ത്. കാര്യം പറഞ്ഞ കൊറേ കണ്ടുകൊണ്ട് സെയിം സാധനം തന്നെ. കാര്യം ഒരു സുഖം. എനിക്ക് വേദന എടുക്കൂല. അള്ളാണ വേദന എടുക്കൂല. മടിയിലിരുന്നോ വേദന എടുക്കൂല. സിയാസ് സീക്രട്ടിലി ഒരു കുണ്ടനാണ് ഉള്ളില്. അല്ലെ, ഉള്ളിലാളൊരു കുണ്ടനാണ്. നൈസ് തൊട. എനിക്ക് കുറച്ച് വെളിച്ചം എടുക്കൂ.
ഇത് ഞാൻ മറന്നുപോയടാ. ഇതെപ്പോ ചെയ്ത ലൈവ് നമ്മള് എന്തിനാ തൊടയില് വെക്കാം? തൊടയില് വെളിച്ചെണ്ണ വെക്കണ്ട. ഞാൻ ചെറുതാണ് വലുതാകണ കേട്ടിട്ടുണ്ടാ. എനിക്ക് വലുതല്ല ഇഷ്ടം. എന്റെ ചെറുതാ അടി ഇതൊന്നല്ല ഞാൻ പറഞ്ഞെ. ഷിയാസിനെക്കാളും ബോഡി ആയതൊക്കെ ഞാൻ കുറച്ചു നേരം ബോഡി റിവീൽ ചെയ്യും. കാരണം വെച്ചാൽ ഇവനടക്കാനെ കളിയാക്കിന് പണ്ട്. ഇവനടക്കാനെ പണ്ട് കളിയാക്കിന്. ഞാൻ മെലിഞ്ഞ് കൊള്ളി പോലെ ആയിരുന്നു. എല്ലാവർക്കും അടിച്ചണ്ണാക്കി കൊടുക്കാൻ പോയത്. ഇന്ന് മുതൽ ജിമ്മിലും കൂടി പോയിട്ട് ബോഡി ഒന്ന് ഞാൻ ഇപ്പൊ ബൾക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഷേപ്പ് കൂടി ചെയ്യണം. മനസ്സിലായി? ഇത് ഇവിടെയെല്ലാം കുറച്ച് ഇപ്പം പണ്ടത്തെ കൈന്റെ സൈസ് ഇപ്പത്തെ സൈസ് നോക്കിയത് ഇപ്പൊ ഇത്രയായി. പണ്ട് ഇത്രയാണ് എന്റെ കൈ. മനസ്സിലാ? ഇത് ബൾക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷേപ്പും കൂടി ചെയ്യണം. ഇങ്ങനെ ഒന്ന് മനസ്സിലാ? മറ്റേ എണ്ണയിലും തേച്ച് മറ്റേ സാധനം ഇല്ലേ ബോഡി ബിൽഡറിന്റെ മറ്റേ പരിപാടി ചെയ്യണം.